Fine crafted traditional collections. Siren 3 by Chungat Jewelry. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. നഗരവികസനത്തിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് അങ്കമാലി നഗരസഭ ബഡ്ജറ്റ്. കൃഷി, നഗരവികസനം, മാലിന്യ സംസ്കരണം തുടങ്ങി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നു. വരവും ചെലവും കഴിഞ്ഞ് 6,35,00,000 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ അവതരിപ്പിച്ചത്. വ്യവസായ സംരംഭകർക്ക് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ എളുപ്പമാകുന്നതിന് നഗരസഭയിൽ ഒരു ഇന്ത്യൻ വ്യവസായ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. സംരംഭകത്വ ക്ലബ്ബ് സംഘടിപ്പിക്കുന്നതിനും സ്വയം തൊഴിലിന് സബ്സിഡി നൽകുന്നതിനും പുതിയ പദ്ധതി ആരംഭിക്കുന്നതിനുള്ള പരിശീലനത്തിനും സംരംഭകരുടെ ഉൽപ്പന്നം വിപണനം ചെയ്യുന്നതിനും വിപണന കേന്ദ്രം സജ്ജമാക്കുന്നതിനും 10 ലക്ഷം രൂപ വകമാറ്റുന്നു. നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുന്ന വിധത്തിൽ വിവിധ ഉത്പാദന സേവന മേഖലകളുടെ വളർച്ച ഉറപ്പാക്കി വരുന്നു. ഹാപ്പിനെസ് പാർക്ക് പൊതുസമൂഹത്തിന് വളരെയേറെ പ്രയോജനകരമായ ഒന്നാണ്. വിശ്രമത്തിനുള്ള ഇരിപ്പിടങ്ങൾ, വിനോദോപാധികൾ, സെൽഫി കോർണർ, സ്നാക്സ് ഏരിയ, സൗജന്യ വൈഫൈ കണക്ഷൻ, മൊബൈൽ റീചാർജ് ഏരിയ, ടോയ്ലറ്റ്, വിഭാഗധാരം എന്നിവ ആകർഷണീയവും ആസ്വാദ്യവുമായ ഒന്നാണ് ഹാപ്പിനെസ് പാർക്ക്. ഇതിലേക്കായി 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇരുമുനയിലടങ്ങുവാനി പല സീസണുകളിൽ പട്ടണങ്ങളുടെ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ വർണ്ണദീപങ്ങൾ സ്ഥാപിച്ച് പട്ടണത്തെ അഴകിലേറിയതാക്കി മാറ്റുന്ന ഇരുമുനയിലടങ്ങുവാനി പദ്ധതി നടപ്പിലാക്കുന്നതിനായി 1 ലക്ഷം രൂപ വകയിരുത്തുന്നു. നമ്മുടെ ആശുപത്രികളിൽ മരുന്നുകൾ വാങ്ങുന്നതിന് 31 ലക്ഷം രൂപയും താലൂക്ക് ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കിനും മൊബൈൽ മെഡിക്കൽ ലാബിനും ഫിസിയോതെറാപ്പി യൂണിറ്റിനും ക്യാൻസർ നിർണയ ക്യാമ്പിനും 33 ലക്ഷം രൂപയും ചെലവ് വകയിരുത്തുന്നു. ആയുർവേദ ആശുപത്രിയുടെയും ഹോമിയോ ആശുപത്രിയുടെയും നടത്തിപ്പിന് 2,50,000 രൂപയും ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് 30 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പ്രവർത്തന ചെലവിലേക്കായി 80 ലക്ഷം രൂപയും നായ്ക്കോട് പുതിയ ആരോഗ്യ ഉപകേന്ദ്രം പണിയുന്നതിന് 55 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ഹിമോഫീലിയ രോഗികൾക്കായി 1 ലക്ഷം രൂപയും പ്രസവ ശുശ്രൂഷ മരുന്ന് നൽകൽ പദ്ധതിയായ മാതൃബന്ധനം പദ്ധതിക്ക് 1 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ആധുനിക സമൂഹം ഏറെ പ്രാധാന്യം നൽകുന്ന മേഖലയാണ് മാലിന്യ സംസ്കരണം. അങ്കമാലി നഗരസഭ വിവിധങ്ങളായ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഈ വർഷവും 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. അർവശാലയ്ക്ക് മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിനും 5 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനും മാലിന്യ ശുചീകരണ ഉപകരണങ്ങൾ, മരുന്നുകൾ എന്നിവ വാങ്ങുന്നതിനും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനും ഹരിത സഹായ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനും 23 ലക്ഷം രൂപ വകയിരുത്തുന്നു. വർഷക്കാലത്തെ പ്രത്യേക മഴ, ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അഭാവം, പൈപ്പ് ലൈൻ ഇടുന്നതിന് റോഡ് വെട്ടിപ്പൊളിക്കൽ എന്നീ കാരണങ്ങളാൽ റോഡ് ഗതാഗത യോഗ്യമല്ലാതാകുന്നു. റോഡുകളുടെ മെയിൻ്റനൻസ് വർക്കിന് 1,80,90,400 രൂപയും 9,400 രൂപയും, പുതിയ റോഡുകളുടെ നിർമ്മിതിക്കായി 50 ലക്ഷം രൂപയും, അടിയന്തര പ്രാധാന്യമുള്ള പ്രവർത്തികൾക്കായി 15 ലക്ഷം രൂപയും വകയിരുത്തുന്നു. റോഡുകളുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കും കാന നിർമ്മാണത്തിനും കാണിക്കുമുകളിലും സ്ഥാപനത്തിനുമായി 45 ലക്ഷം രൂപയും വകയിരുത്തുന്നു. തെരുവ് വിളക്കുകളുടെ പരിപാലനം, സ്ട്രീറ്റ് ലൈൻ വിപുലപ്പെടുത്താൻ
സ്ഥാപിക്കൽ, മിനി മാസ്റ്റ് ലൈറ്റുകളും പുതിയ തെരുവ് വിളക്കുകളും സ്ഥാപിക്കൽ എന്നിവയ്ക്കായി 39 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ആധുനിക രീതിയിലുള്ള അറവുശാല, പൊതുശ്മശാനം, മാലിന്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ ലഘൂകരണം, ആരോഗ്യ സുരക്ഷ, തരിശുഭൂമിയിൽ കൃഷി ഇറക്കൽ, യുവജനക്ഷേമം, അടിസ്ഥാന സൗകര്യ വിപുലീകരണം തുടങ്ങിയ പദ്ധതികൾക്കാണ് ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കൃഷി വ്യാപിപ്പിക്കൽ, മീൻ വളർത്തൽ, ജലസേചന പദ്ധതികളുടെ വിപുലീകരണം, ക്ഷീരകർഷകർക്ക് ധനസഹായം, മുട്ടക്കോഴി വളർത്തൽ പ്രോത്സാഹനം എന്നിവയ്ക്കായി 54 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്ക് ആൻഡ് ഇലൂമിനേറ്റഡ് അങ്കമാലി, മാലിന്യ സംസ്കരണ പ്ലാന്റും ആധുനിക അറവുശാലയും, ആരോഗ്യ സുരക്ഷയ്ക്കായി റിലീഫ് പദ്ധതി, വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതി, അഴകേറും അങ്കമാലിക്കായി അടിസ്ഥാന സൗകര്യ വികസനം, വൈജ്ഞാനിക സമൂഹ രൂപീകരണം, റെസ്പോൺസ് ടീം, ഫയർ ആൻഡ് സേഫ്റ്റി ഹൈഡ്രന്റ് തുടങ്ങിയവയും ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.